ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് മാനസിക ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഹാബിറ്റ്സ് ആണ്. ഓക്കെ, അപ്പം ഈ ഹാബിറ്റ്സ് തുടങ്ങുമ്പോൾ മുമ്പേ ഒരു കാര്യം പറയാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെല്ലാ വീഡിയോയിലും പറയേണ്ട ആവശ്യമില്ല. ആദ്യം തന്നെ യോഗ ചെയ്യുക. യു നീഡ് ടു ഡു മെഡിറ്റേഷൻ. മനസ്സ് കൂളാക്കി വെക്കുന്ന മെഡിറ്റേഷൻസ് ചെയ്യുക. ഓക്കെ, മെഡിറ്റേഷൻസ് ചെയ്യുന്നത് മാനസിക ആരോഗ്യത്തിന് വളരെ നല്ല ഒരു ഹാബിറ്റാണ്. അപ്പം ദിവസം മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഡയറി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു എഴുത്ത് ജേണൽ സൂക്ഷിക്കുക. കാരണം നിങ്ങളിതിങ്ങനെ എഴുതുന്നത് വഴി നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ സാധിക്കും. പിന്നെ നിങ്ങളുടെ മാറ്റങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. സ്കൂളിൽ പഠിക്കുമ്പോൾ മാത്രം ഡയറി എഴുതി ചങ്കുകളെ മെൻഷൻ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം അല്ല, യൂട്യൂബാണെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ മെൻഷനിങ് ഒന്നും വേണ്ട, നിങ്ങൾ നേരെ പോയിട്ട് ഇതാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എഴുതും ദിവസമുള്ള കാര്യങ്ങൾ ഒരു രാത്രി ഒരു ആകുമ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒന്ന് എഴുതി വെക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും. ഐ ആം ഗ്രേറ്റ്ഫുൾ. അങ്ങനെ എഴുതുന്നത് വഴി നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളിലുള്ള മറ്റേ അതേപോലെ നല്ലോണം വായിക്കുക. പുസ്തകങ്ങൾ വായിക്കുന്നത് വഴി നിങ്ങൾക്ക് ഒരുപാട് നോളജ് കിട്ടും. നിങ്ങൾക്ക് മാനസികമായിട്ട് കുറേ നോളജ് കിട്ടും, കുറേ സൊല്യൂഷൻസ് കിട്ടും. അതായത് പല പ്രശ്നങ്ങൾക്കുമുള്ള സൊല്യൂഷൻസ് പുസ്തകങ്ങളിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വായന വളരെ നല്ലൊരു ശീലമാണ്. ഡ്രോയിങ് എല്ലാം പോലെ തന്നെ. അപ്പോൾ കൃത്യമായിട്ട് ഇത് വായിക്കുക, നിങ്ങളുടെ റീഡിങ് സ്കിൽസൊക്കെ കൂട്ടുക. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം കുറച്ച് സമയം വായനയ്ക്ക് വേണ്ടി മാറ്റിയേക്കും, ഒരു ദിവസം ഒരു 1/4 മണിക്കൂർ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോബികൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ സാധിക്കും. ലൈഫിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. ഓക്കെ, വായനയിലൂടെ ഒരുപാട് അറിവ് നേടാൻ, നിങ്ങളെ സ്വയം മെച്ചപ്പെടുത്താൻ സാധിക്കും, കഴിവുകൾ ഇതാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഹാബിറ്റ്സിനെ കുറിച്ചിട്ട് അറിയാലോ. നമ്മൾ പുതിയ ഹാബിറ്റ്സ് തുടങ്ങിയ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. നമ്മുടെ ഓൾഡ് ഹാബിറ്റ്സും ന്യൂ ഹാബിറ്റ്സും ലൈഫിൽ എത്രത്തോളം മാറ്റം എത്തുന്ന അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ടിങ് മുതൽ ഒരു 21 ഡേയ്സ് ചലഞ്ച്, 21 ദിവസത്തെ ഒരു ചലഞ്ചാണ്. എന്താണ് 21 ദിവസം എന്ന് വെച്ചാൽ 21 ദിവസങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്യാൻ എടുക്കുന്ന സമയം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഓക്കെ, പിന്നെ പറയേണ്ടത് നിങ്ങളുടെ ഹോബീസിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ മാനസികാരോഗ്യം കൂടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോബീസോ അഥവാ ഫോട്ടോഗ്രാഫി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ചിത്രം വരയ്ക്കലായിരിക്കാം. എനിക്ക് ഇഷ്ടമുള്ളൊരു ഹോബിയാണ് ചിത്രം വരയ്ക്കൽ. അതുകൊണ്ടാണ് ഞാൻ ഡ്രോയിങ് വീഡിയോസ് എടുത്തത്. അപ്പോൾ ഇങ്ങനത്തെ ചിത്രം വരയ്ക്കുന്ന വീഡിയോസ് കാണാനും ചിത്രം വരയ്ക്കാനൊക്കെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോബി ഏതാണെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ദിവസം വീഡിയോ ഇടാണ്ട് കുറച്ച് ടെക്നിക്കൽ എറർ ഉണ്ടാണ്. അപ്പോൾ ഇത്ര സമയം കണ്ട കൂട്ടർക്ക് താങ്ക്സ് ഫോർ വാച്ചിങ്.